2021 പുഴു ചെയ്തത്, 22 ഉള്ളൊഴുക്ക് ചെയ്തത്, 23 തങ്കലാൻ ചെയ്യുന്നത്. 2021 ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ഞാൻ മനോരഥങ്ങളിൽ കാഴ്ചയിൽ ശ്യാം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തത്. എൻ്റെ കയ്യിലില്ലാത്തൊരു കാര്യമാണ് എല്ലാം ഒരുമിച്ച് രണ്ട് മാസത്തിനുള്ളിൽ റിലീസാവുന്നത്. ഇപ്പം ജോലിയും കൂലിയൊന്നും ഇല്ല, വരതി പോയി, വരതി ഫീൽഡ് ഔട്ടായി, അത് ഇതെന്നൊക്കെ. ലൈക്ക് ഓക്കെ ശരി. അതുകൊണ്ട് തന്നെ ഗംഗമ്മാൾ എന്ന് പറയുമ്പം എനിക്കെപ്പോഴും അവരെ ഓർമ്മ വരിക. 2015 മുതൽ 22 വരെയുള്ള സമയം നോക്കുമ്പം 2000-ൽ കൂടുതൽ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ മാത്രം. ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും ആ ഇമോഷൻ വരുന്നില്ല ക്രിസ്റ്റോ, എന്താ ചെയ്യുക? സോ ഓൺ സെറ്റ് ഹീസ് തങ്കലാൻ, ഐ എം ഗംഗമ്മാൾ, ദാറ്റ്സ് ഇറ്റ്. ഞാൻ പറഞ്ഞത് എനിക്ക് ഇത്രയും കേട്ടാൽ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. വിനു, നമ്മൾ ലൈഫിലെ ഏറ്റവും നല്ലൊരു പീരീഡിലേക്ക് കരിയർ വൈസും പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മളിരിക്കുന്നത് ഭയങ്കര ഒരു നാച്ചുറൽ കലാമിറ്റി നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലും അത്തരം കാര്യങ്ങളെപ്പറ്റി ഒരു ആലോചന, പ്രത്യേകിച്ച് നമ്മൾ ഡെയിലി അറിയുന്നത് അത്രയും പെയിൻഫുള്ളായിട്ടുള്ള ന്യൂസാണ്. അത് എൻവയോൺമെൻറ്റിൻ്റെ കാര്യത്തിലുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയുമൊക്കെ പാർവതി സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ആലോചിക്കുന്നുണ്ടാവും ഇപ്പോൾ. അതെ, കുറച്ചും കൂടെ ഡീപ്പറായിട്ട് ഇപ്പോൾ ആലോചിക്കേണ്ടി വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഡിസാസ്റ്റർ നടന്നു അപ്പോഴാണല്ലോ എപ്പോഴും നമുക്കൊരു വേക്കപ്പ് കോൾ കിട്ടുമ്പോഴാണ് നമ്മളെല്ലാവരും പെട്ടെന്ന്, പക്ഷേ ഒരു വിരൽ ചൂണ്ടുന്ന ഒരു പ്രവണതയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ലൈക്ക് ഇറ്റ് ഓൾസോ ഈസ് പോയിൻറ്റിങ് നമ്മളിലേക്ക് അത് വരുന്നുണ്ട് എന്നുള്ളതില്ല. അങ്ങനെ ഒരു റിഫ്ലക്ഷനിലേക്ക് സമൂഹം എന്ന നിലയിൽ നമ്മൾ പോകുന്നില്ല എന്നുള്ളൊരു ചെറിയൊരു സങ്കടമുണ്ട്. അതിപ്പം എനിക്ക് മാത്രമല്ല, എൻ്റെ സുഹൃത്തുക്കൾക്ക് നമ്മളൊക്കെ സംസാരിക്കുമ്പോഴും എപ്പോഴും ഇത് തന്നെയാണ്. അതായത് ഒരു ഡിസാസ്റ്റർ നടക്കും, പിന്നെ നമ്മളെല്ലാവരും അയ്യോ നമ്മൾ ഇങ്ങനെ സംഭവിച്ചത്, ഇതുകൊണ്ട് കാരണം എന്താണ്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ എൻവയൺമെൻറ്റൽ സ്റ്റഡീസ് എന്താണ് പറയുന്നത്, ഇതൊക്കെ സംസാരിക്കും. പിന്നെ അതൊന്ന് മാറുമ്പോഴത്തേക്കും പിന്നെ നമ്മളുടെ ഡിസ്ട്രാക്ഷനായി. നമ്മൾ ഈ ഒരു മറ്റേ സോഷ്യൽ മീഡിയ സ്പേസിലുള്ള പോലെയാണ്, വി ഹാവ് 10 സെക്കൻഡ് ലോങ് മെമ്മറി വിത്ത് എവറിത്തിങ്. അതുകൊണ്ട് എനിക്ക് ഐ ഡോണ്ട് നോ വാട്ട് അതേഴ്സ് ആർ പ്ലാനിങ് ഓൺ ഡൂയിങ് ആൻഡ് സ്റ്റഫ്. പക്ഷേ ഇതിപ്പോൾ ഒരു റെഗുലർ ചിന്തയാണ്. ഇതിപ്പോൾ ഇവിടെ നടന്നതിന് മുമ്പ് തന്നെ ഓൺ എ ഡെയിലി ബേസിസ് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് കുറച്ചും കൂടെ ഇതിനെപ്പറ്റി സംസാരങ്ങളും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറീസൊക്കെ ഇടുന്നതിന് കൂടുതൽ പ്രാവർത്തികമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിലേക്ക് നമുക്കൊരു ചമ്മൽ തോന്നില്ല കുറച്ച് കഴിയുമ്പോൾ. നമ്മളിതിന് പിന്നെ സംസാരിക്കുന്നേ ഉള്ളൂ, ഒന്നും ശരിക്കും ചെയ്യുന്നൊന്നുമില്ല അതിനെ പറ്റിയിട്ട്. എന്നാൽ വലിയ വലിയ വാഗ്ദാനങ്ങളൊന്നുമില്ല, അത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതിലേക്കായിരുന്നു എൻ്റെ ഒരു ഇപ്പം കുറച്ചും കൂടെ. ഇപ്പം ഇവിടെ വയനാട്ടിൽ നടന്നതാണെങ്കിലും ഇപ്പം കോഴിക്കോടാണെങ്കിലും കുറച്ചും കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ഒരു സിവിൽ അവെയർനെസ് കൂടേണ്ടതുണ്ട്. ഇതിപ്പോൾ തിരുവനന്തപുരത്താണ് നടക്കുന്നതെങ്കിൽ സഡൻലി ഇറ്റ്സ് നോട്ട് ലൈക്ക് കോഴിക്കോടുള്ളവർക്ക് അതിനെപ്പറ്റി അറിയേണ്ട ആവശ്യമില്ല എന്ന് പോലെയല്ല. ദ ഹോൾ ഓഫ് കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ ദുരന്തങ്ങൾ ഇപ്പോൾ ഒരു അടുത്തുള്ള സ്റ്റഡീസിൽ കണ്ടത് 2015 മുതൽ 22 വരെയുള്ള സമയം നോക്കുമ്പം 2000-ൽ കൂടുതൽ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ മാത്രം. അപ്പം അത് ദാറ്റ് ജസ്റ്റ് കാൺട്ട് ബി നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അതിൽ എത്രത്തോളം മാൻ മെയ്ഡ് ഉണ്ടെന്നുള്ളത് നമ്മളൊരു സൊല്യൂഷൻ ബേസ്ഡ് അപ്രോച്ച് വെച്ച് നോക്കേണ്ടതുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. അതിൽ കമ്മിറ്റഡ് ആവുക എന്നുള്ളത്. ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രം അതിനെപ്പറ്റി സംസാരിക്കാതെ നമ്മളെല്ലാവരും അത് പഠിക്കേണ്ടിയിരിക്കുന്നത്. അത് ഞാൻ എന്നെപ്പറ്റിയും കൂടെ ചേർത്തിട്ടാണ് അത് പറയുന്നത്, അല്ലാതെ ഒരു ഇറ്റ്സ് നോട്ട് ബ്ലെയിം ഗെയിം കൊണ്ടൊന്നും എവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. സോ ഐ ഫീൽ ചെറിയ ചെറിയ ഡിസിഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ചിലർ ഒരു ആക്ടർ എന്ന രീതിയിൽ എത്ര ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എന്നൊക്കെ, പക്ഷേ യു ക്യാൻ ചൂസ്. യു ടേക്കിംഗ് കാറാണോ എടുക്കുന്നത്, ട്രെയിൻ എടുക്കാൻ പറ്റുമോ, ലോങ് ഡിസ്റ്റൻസ്, ഹൗ മച്ച് ഓഫ് ഫ്യൂവൽ ആർ യു സ്പെൻഡിങ്, അങ്ങനത്തെ ചിന്തകളൊക്കെ പതുക്കെ എനിക്ക് പ്രാവർത്തികമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരു ബിഗർ ചേഞ്ചിനുള്ള കോൺവെർസേഷനും ഡിബേറ്റൊക്കെ അത് അവിടെ നിൽക്കട്ടെ, അത് നടക്കും. പക്ഷേ വാട്ട് എം ഐ ഡൂയിങ് ഓൺ എ ഡെയിലി ബേസിസ് ദാറ്റ് ക്യാൻ ഹെൽപ്പ്. ഇപ്പം ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ കുറേ കാലത്തിന് ശേഷം പാർവതി പ്രൊഫഷണലി ആക്റ്റീവ് ആയി കഴിയുമ്പോൾ അതിലേക്ക് എത്രമാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ? എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, നമ്മളെപ്പോഴും ഞാൻ അറ്റ്ലീസ്റ്റ് എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു തിൻ ലൈൻ ബിറ്റ്വീൻ ഡിസാസ്റ്റർ ആൻഡ് എക്സ്ട്രീം ജോയിലാണ് എപ്പോഴും നിൽക്കുന്നത്.
അതിൻ്റെ നടുവിലാണ് എപ്പോഴും ജേണി. അതായത് ഒരു ദിവസം രാവിലെ അത് മാറാം, വേറൊരു ദിവസം വേറെ എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവാം. അതുകൊണ്ട് രണ്ടിനോടും വലിയ അറ്റാച്ച്മെൻ്റ് ഇല്ല. അതൊരു വലിയ നല്ല സുഖമുള്ളൊരു സ്ഥലമാണ് എത്താൻ. എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ ഏകദേശം അതിൻ്റെ ആ സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്കൊന്ന് 3 വർഷമായി നമ്മൾ സംസാരിച്ചില്ലേ, പുഴുവിൻ്റെ സമയത്തല്ലേ അപ്പോൾ എന്താ പറ്റുക വെച്ചാൽ അത് കഴിഞ്ഞിട്ട് വർക്ക് നിന്നിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയർ ഡിസാസ്റ്റർ അല്ല, പക്ഷെ എല്ലാവർക്കും അങ്ങനെയാണ് തോന്നുന്നത്. അതായത് ഇപ്പം പടം പുറത്ത് വരുന്നില്ല എന്നുള്ള ഒരേ ഒരു മെട്രിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ ആക്ടേഴ്സ് എന്നാൽ പിന്നെ അവർക്ക് ഡിസാസ്ട്രസ് കരിയർ എന്ന് വേണേൽ പറയാം. പക്ഷെ ഞാൻ അഭിനയിക്കുന്നുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് ആഗ്രഹിക്കുന്ന പ്രോജക്ട്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് ജീവിക്കാനുള്ള പൈസ കിട്ടുന്നുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ വളരെ സക്സസ്ഫുള്ളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എൻ്റെ ലൈഫിനെ പറ്റിയിട്ട്. സോ പക്ഷെ നമ്മളൊരു പുറത്തുനിന്നുള്ള വാലിഡേഷൻ വെച്ച് മാത്രം നോക്കുകയാണെങ്കിൽ യു വിൽ കോൺസ്റ്റൻ്റ്ലി ഫീൽ ലൈക്ക് എ ഫെയിലിയർ. ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം വിത്ത് ദാറ്റ്. എനിക്ക് ഫെയിലിംഗ് ഒക്കെ ഇഷ്ടം തന്നെയാണ്, പക്ഷെ അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കണം വേർ ഐ എം റെഡി ടു ഫെയിൽ. പക്ഷേ ഒരു 18 വർഷത്തിൽ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും നല്ല സിനിമകൾ ചെയ്ത് അഭിനയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സക്സസ്ഫുൾ കരിയർ തന്നെയാണ്. പിന്നെ ഒരു പടം റിലീസാവുന്നത് എപ്പോഴാണെന്നുള്ളതും തീരുമാനിക്കാനുള്ള അതായത് ആ ഒരു പവർ എനിക്കില്ല, ഞാനല്ല പ്രൊഡ്യൂസർ. അപ്പം ഇപ്പം നോക്കുകയാണെങ്കിൽ എപ്പോഴുള്ള സമയം, അതായത് ഇപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ ഞാൻ ചാർലി ചെയ്ത്, എന്നിൻ്റെ മൊയ്തീനും ചാർലിയും ചെയ്തു, ഏകദേശം ബാക്ക് ടു ബാക്കാണ് ആ 2 സിനിമയും വന്നത് പുറത്ത്. ആൻഡ് രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് വന്നു. അപ്പോൾ ആ ഒരു വേഴ്സറ്റാലിറ്റി ആൾക്കാർക്ക് കാണാൻ പറ്റി. അപ്പോൾ അതൊക്കെ വലിയൊരു അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് ഇറങ്ങിയത് ടേക്ക് ഓഫാണ്. എന്നിൻ്റെ മൊയ്തീൻ പോലെയോ അല്ല, ചാർലിയും പോലെയോ അല്ല, ടേക്ക് ഓഫ് വേറെ തന്നെ ഒരു. അപ്പം എനിക്കതൊക്കെ ഭയങ്കര ലക്കി സ്ട്രോക്കായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2021 പുഴു ചെയ്തത്, 22 ഉള്ളൊഴുക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 23 തങ്കലാൻ ചെയ്യുന്നത്. 2021 ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ഞാൻ മനോരഥങ്ങളിൽ കാഴ്ചയിൽ ശ്യാം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തത്. എൻ്റെ കയ്യിലില്ലാത്തൊരു കാര്യമാണ് എല്ലാം ഒരുമിച്ച് 2 മാസത്തിനുള്ളിൽ റിലീസാവുന്നത് ഇപ്പം. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും, അപ്പോൾ അത് കാഴ്ചപ്പാടൊക്കെ ഭയങ്കര സബ്ജക്റ്റീവ് അല്ലേ, പെർസെപ്ഷൻ ഇസ് സോ ഭയങ്കര ഫ്രജൈലാണ്. അതായത് അതുവരെ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ ട്രോൾ അറ്റാക്സിലൊക്കെ ജോലിയും കൂലിയൊന്നും ഇല്ല, വരതി പോയി, വരതി ഫീൽഡ് ഔട്ടായി, അത് ഇതെന്നൊക്കെ. ഐ ആം ലൈക്ക് ഓക്കെ ശരി, അത് കാര്യം ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാനിത് വിളിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അത് പടം റിലീസാകുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര ബിസിയാണ്. ഞാൻ പറഞ്ഞു അത് ഭയങ്കര ഫ്ലിംസിയാണ്. പബ്ലിക് ഒപ്പീനിയൻ, പബ്ലിക് പെർസെപ്ഷൻ, പീപ്പിൾ ക്യാൻ കീപ് ചേഞ്ചിങ്. അപ്പോൾ നമ്മൾ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കി അത് ഒബ്സർവ് ചെയ്ത് നിൽക്കുക, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ നമ്മുടെ ജോലി ചെയ്ത് പോവുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എനിക്കതൊരു ബോക്സ് ഓഫ് ഡിസാസ്റ്ററിലോ എക്സ്ട്രീം ജോയിലോ ഇടാൻ പറ്റില്ല. എന്നെപ്പോഴും ഞാൻ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഓർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് കിട്ടുന്നത് ലൊക്കേഷനിൽ തന്നെ കിട്ടും. അഭിനയിച്ച് കഴിയുമ്പോൾ, ഷോട്ട് കഴിയുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. അത് കഴിഞ്ഞിട്ടുള്ളതൊന്നും എൻ്റെ കയ്യിലുള്ളതല്ല. പിന്നെ ഒരു പടം റിലീസാകുമ്പോൾ അതിന് കാണിക്കേണ്ട എന്താ പറയുക, ഇൻ്റർവ്യൂസിന് പോവുക, ഓൾ ദ മാർക്കറ്റിംഗ് സ്റ്റഫ് ദാറ്റ് ഐ വിൽ ഷോ അപ്പ് ഫോർ ദാറ്റ്. പക്ഷേ ഐ എം ഓൾറെഡി ഹാപ്പി ഐ വർക്ക്ഡ്. മരിയാന് ശേഷം അഭിനയിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്ന ആള് ഓർത്ത് വെക്കുള്ളൂ. താങ്ക്സ്. അങ്ങനെ അഭിനയിക്കുന്നില്ല എന്ന് തീരുമാനിച്ച അതേ സ്ഥലത്ത് ഒരു വലിയ പ്രോജക്റ്റിന്റെ പാർട്ടായിട്ട് പാരഞ്ചത്ത് പോലൊരു ഡയറക്ടറുടെ ഞാൻ പക്ഷേ തമിഴിൽ അഭിനയിക്കില്ല എന്നൊരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. തമിഴിൽ നിന്നല്ല, ഞാൻ അഭിനയത്തിൽ നിന്ന് തന്നെ ഒരു ബ്രേക്ക് വേണം. ബിക്കോസ് യു ഡോണ്ട് നോ അറ്റ് ദാറ്റ് പോയിന്റ്. ഐ തിങ്ക് മരിയാൻ ഫിലിം ഷൂട്ടിന് ശേഷം I just did not have an answer to my why am I doing this. അത് ഞാൻ I keep asking myself every year. I think ഞാൻ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും ഞാൻ എന്നോട് അത് ചോദിക്കും, ലൈക്ക് are you happy doing this? I mean ആ ഉത്തരം എപ്പോഴും വാലിഡ് ആണോ അതോ പുതിയൊരു ഉത്തരം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. ആ സമയം എനിക്കൊരു വഴിയില്ല, പിന്നെ പഠിക്കാൻ പോവാം, എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ ബാംഗ്ലൂർ ഡേയ്സൊക്കെ വന്ന് പിന്നെ അങ്ങനെ അതായത്. പൊതുവെ പാർവതിയോട് അധികം ചോദിച്ച് കേട്ടിട്ടില്ലാത്ത കാര്യമാണ് ഈ പാർവതിക്ക് അഭിനയിക്കാം, എനിക്ക് അഭിനയിക്കാൻ പറ്റും, എനിക്കിതിനുള്ള ടാലൻ്റ് ഉണ്ട് എന്ന് പാർവതിക്ക് തോന്നിയ മൊമെൻ്റ് എന്തായിരുന്നു? അതിനെപ്പറ്റി അധികം പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. നോട്ട്ബുക്ക്
സേര എൻ്റെ കോളറിൽ പിടിക്കുന്നൊരു സീനുണ്ട്. അതിൽ പൂജ കൃഷ്ണൻ്റെ കോളറിൽ പിടിച്ചിട്ട് തള്ളിയിടുന്നൊരു സീനുണ്ട്. ദാറ്റ് സീൻ ആൻഡ് ഒരു സീനിൽ ഇപ്പം നോട്ട്ബുക്ക് എത്ര ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ അതിലൊരു സീനിൽ ശ്രീദേവിയുടെ സിറ്റുവേഷൻ ശ്രീദേവി പറയും എന്ന് പറഞ്ഞിട്ട് സേറേനോട് പറയും, ആരോടാ പറയുക, എൻ്റെ അച്ഛനും അമ്മേനോട് പറയാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ സേറ പറയും, എന്നാൽ പിന്നെ നിൻ്റെ അച്ഛനോട് അമ്മേനോടും പറയാം, നിൻ്റെ അമ്മേനോട് പറയാം, എന്നോട് പറയും. അവിടെ ഐ ഹാഡ് ടു പെർഫോം ദിസ് ലിറ്റിൽ തിങ് വെയർ, അതായത് അവർക്ക് മനസ്സിലാക്കാതെ ഞാനത് ഡിഫ്ലക്റ്റ് ചെയ്യാണ് എന്നുള്ള രീതിയിൽ വളരെ നോർമലായിട്ടുള്ളൊരു റീസണബിൾ ആൻസർ ഞാൻ പറയുന്നത്. ഞാൻ പറയാം, എൻ്റെ അമ്മയാണെങ്കിൽ ഇതല്ലേ പറയുള്ളൂ, എൻ്റെ അമ്മയാണെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് സേരയും ശ്രീദേവിയും മനസ്സിലാക്കാത്തത് അവളെ തന്നെ രക്ഷപ്പെടുത്തുകയാണ് ആ സിറ്റുവേഷനിൽ നിന്ന്. ഇതിൽ കൂടുതൽ ഇടപെട്ട് എൻ്റെ അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടാക്കണ്ട, എൻ്റെ ലൈഫിന് അതൊരു ഇഷ്യൂ ആവരുത് എന്നുള്ള പൂജ അവളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെന്നുള്ളത് ഗിവ് അവേ ചെയ്യാതെയാണ് അത് കാണിക്കേണ്ടത്. ആ ഒരു സട്ടിൽ പെർഫോമൻസ് സംഭവം എനിക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അത് അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ സ്ലോപ്പിൽ ഇരുന്നിട്ടുള്ള ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് അത് ക്ലിക്കായി അത് കറക്റ്റായിട്ട് വന്നു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ദാറ്റ് വാസ് നോട്ട്, ഐ തിങ്ക് ദ ഫസ്റ്റ് ടൈം ഞാനത് പാർവതി ആയിട്ടല്ല, ഞാൻ പക്ഷേ പൂജ എങ്ങനെയായിരിക്കും അതിനെ ഒന്ന് നാവിഗേറ്റ് ചെയ്യുക എന്നുള്ളത്. ഐ തിങ്ക് ദാറ്റ്സ് വെൻ ഐ റിയലൈസ് ഐ ക്യാൻ ഡു ദിസ് ഇസ് ഫൺ. ഐ തിങ്ക് ദാറ്റ്സ് മേ ബി ദർ ആർ സോ മെനി സച്ച് ഇൻസ്റ്റൻസസ് നോട്ട്ബുക്കിൽ അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ ഡെഫിനറ്റ്ലി വൺ ഓഫ് ദെം ഇസ് ദിസ്. ഇതൊരു പ്രൊഫഷൻ ആക്കാൻ പറ്റുന്ന കാര്യമാണ് എനിക്ക്. അത് പക്ഷേ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടോ വന്നേ. നോട്ട്ബുക്ക് കഴിഞ്ഞ് വിനോദയാത്ര ചെയ്തു, ഫ്ലാഷും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു റിയൽ കോൺവെർസേഷൻ ഐ ഹാഡ് വിത്ത് മൈ പേരൻസ് ആൻഡ് ഐ സെഡ് മേ ബി ഐ ഡു ദിസ്. അതായത് ഇത് കുറച്ച് വർഷങ്ങളിൽ ചെയ്ത് നോക്കിയിട്ട് പിന്നെ പഠിക്കാൻ പുറത്ത് പോകാമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ. അതെന്നാൽ വേണ്ട, കുഴപ്പമില്ല, ഇത് തന്നെ മെയിൻ പ്രൊഫഷനായിട്ട് എടുക്കാമെന്ന്. പിന്നെ എനിക്ക് തോന്നുന്ന പൂവൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും അതൊരു ഡിസിഷനായത്. അവിടെ ആരെങ്കിലും ആ ടൈമിൽ സിനിമയ്ക്കകത്തു നിന്നോ പുറത്തു നിന്നുള്ളവരാണ് ഒരു പേഴ്സൺ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും, ഏതെങ്കിലും രീതിയിൽ ആർട്ടിസ്റ്റാണ് എന്നുള്ള രീതിയിൽ കരിയർ കൊണ്ടുപോകാൻ? I'd say Bobby Sanjay sir have been the most influential. Oh. In terms of ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കുന്നത് ഒരു നല്ല ഐഡിയ ആണ്. അതായത് എനിക്ക് അതിനുള്ള കെൽപ്പുണ്ട്, ഇത് ക്യാരി ഓൺ ചെയ്യാനുള്ള. എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ അത് കാണാൻ പറ്റിയത് അവർക്ക് രണ്ടുപേർക്കുമാണ്. അപ്പം അവരുമായിട്ടുള്ള കോൺവെർസേഷനിലാണ് ഏറ്റവും കൂടുതൽ അത് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത്. പിന്നെ എനിക്ക് നല്ല കുറേ സൗഹൃദങ്ങൾ, അതായത് അത് കഴിഞ്ഞ് രാജേഷ് പിള്ളയായിട്ടുള്ള സൗഹൃദം, പിന്നെ മഹേഷ് നാരായൺ, ഇവരൊക്കെയാണ് പിന്നെ തുടക്കത്തിലുണ്ടായിരുന്നത്. വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ തുടക്കത്തിലും. അവരുമായിട്ടുള്ള സിനിമയായിട്ടുള്ള ഡിസ്കഷൻസ്, ഇപ്പം പണ്ടൊക്കെ DVD-യും ബ്ലൂറേയും CD-യും ഒക്കെ ആയിരുന്നല്ലോ. അപ്പം എക്സ്ചേഞ്ചിങ്, ഈ സിനിമ കണ്ടു നോക്കണം, ആ സിനിമ കണ്ടു നോക്കണം, വെറുതെ ഇരുന്ന് ആ സിനിമകളെ പറ്റി ഡിസ്കസ് ചെയ്യുക, സംസാരിക്കുക. അതൊരു അക്കാഡമിക് പെർസ്യൂട്ടായി മാറുക എന്നുള്ളത് അപ്പോഴായിരുന്നു നടന്നത്. അങ്ങനെ സിനിമ ലേൺ ചെയ്ത് പഠിച്ച് തുടങ്ങിയ ശേഷം പിന്നീടാണ് ഒരു സ്റ്റേജിൽ പാർവതി ക്യാരക്ടേഴ്സിനെ പറ്റി കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയത്. ആക്ച്വലി ആദ്യം മുതലേ ഞാൻ ഒരുപാട് ചോദിക്കുമായിരുന്നു. ഔട്ട് ഓഫ് സിലബസിൽ ചോദിച്ചിട്ടില്ല, നോട്ട്ബുക്കിലാണ് ഞാൻ ചോദ്യം ചോദിക്കാൻ പഠിച്ചത്. സോ എവർ സിൻസ് പഠിച്ചത് മീൻസ് ബിക്കോസ് ദാറ്റ്സ് വെൻ ഐ റിയലൈസ് ദാറ്റ് ആക്ടിങ് ഈസ് നോട്ട് മീ ബീങ് മീ. അതായത് ഞാൻ പാർവതിയായിട്ട് പോയിട്ട് വെറുതെ അവിടെ ഡയലോഗ് പറയുകയല്ല, ഒരു ക്യാരക്ടറിന് മനസ്സിലാക്കുക, അത് റിയൽ ക്യാരക്ടറിനെ പോലെ ട്രീറ്റ് ചെയ്യുക. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, തുടക്കത്തിലുള്ള വർക്ക്ഷോപ്പിലൊക്കെ പൂജ കൃഷ്ണ, ഐ മീൻ ആക്ടിങ് എക്സസൈസസിലുണ്ടായിരുന്നു, പൂജ കൃഷ്ണൻ്റെ ഫേവറേറ്റ് ടൂത്ത് പേസ്റ്റ് എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് ചോദിക്കും. അല്ലെങ്കിൽ പൂജ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞില്ല എന്ന് ചോദിക്കും. അപ്പം പൂജ കൃഷ്ണനെ പറ്റിയിട്ട് റൈറ്റേഴ്സ് സംസാരിക്കുന്നത് ഒരു റിയൽ ആളെ പോലെയാണ്. അതായത് ഇപ്പോൾ വിനുവിനെ പറ്റി ഞാൻ വേറൊരാളോട് പറയുന്ന പോലെയാണ് പറയുന്നത്. അപ്പോൾ വിനു കുറേ സോറി പറഞ്ഞു, വിനു ഇങ്ങനെ എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ വിനു റിയൽ പേഴ്സണാണ് അല്ലേ, അതുപോലെയാണ് പൂജ കൃഷ്ണനെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ ആഫ്റ്റർ എ പോയിന്റ്, ഇപ്പം നമ്മൾ ഓഡിയൻസിനെ പറ്റി പറയില്ലേ, ദേ ആർ സസ്പെൻഡിങ് ദെയർ ഡിസ്ബിലീഫ്. സിനിമ കാണാൻ വരുമ്പോൾ അവർക്കറിയാം പാർവതിയാണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പാർവതി അഞ്ജു എന്ന് വിശ്വസിക്കുന്നു. അവർ വളരെ ഡിസൈസീവായിട്ട് അവർ തീരുമാനിക്കുകയാണ് ഇത് അഞ്ജു അന്ന് ഞാൻ വിശ്വസിക്കാം 2 മണിക്കൂറത്തേക്ക്. അതുപോലെ തന്നെ ഒരു ആക്ടർ എന്ന രീതിയിലും ഞാൻ വിശ്വസിക്കുകയാണ് പൂജ കൃഷ്ണ ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നൊരു കുട്ടിയാണ്.
അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് ചെയ്യാൻ തുടങ്ങാൻ പറ്റിയത് നോട്ട്ബുക്കിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഈവൻ രശ്മി എന്ന് പറഞ്ഞ ക്യാരക്ടർ വിനോദയാത്രയിൽ ചെയ്യുമ്പോഴും ഞാൻ സത്യൻ സാറിനോട് ഒരാളുടെ ചോദ്യം ചോദിക്കും, രശ്മിൻ്റെ സെക്കൻഡ് നെയിം എന്താണ്, ഫാമിലി നെയിം എന്താണ്, രശ്മി ഏത് ക്ലാസ്സിലായിരുന്നു ബെറ്ററായിട്ട് പഠിച്ചത്, ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ എന്തിനാണ് ആ റോളിന് എന്തിനാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നൊക്കെ എല്ലാവരും എന്നോട് ഒന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, പക്ഷേ എല്ലാവർക്കും കിട്ടുന്നതും ഫൈനൽ ഔട്ട്പുട്ടും മാത്രമല്ലല്ലോ ഈ ക്രാഫ്റ്റ്. ഞാനിതിനെ എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളതും അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണല്ലോ. പിന്നെ ഏത് ക്യാരക്ടറിന് എന്ത് ചോദ്യം ചോദിക്കണം എന്നുള്ളതൊന്നും നമുക്ക് തുടക്കത്തിൽ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഞ്ജലിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴൊന്നും ഐ ഡോണ്ട് ആസ്ക് സോ മെനി ക്വസ്റ്റ്യൻസ്. ദർ ഇസ് എ സർട്ടൻ വേ അഞ്ജലി വർക്ക്സ്. ഇപ്പോൾ സോഫി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ കൂടെ ചെയ്യുന്ന സമയത്തൊന്നും എനിക്ക് ഒന്ന് ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ 1 മാസം മുമ്പ് ഞാൻ ഊട്ടിയിൽ അവർ റെക്കി ചെയ്യുന്ന സമയത്ത് പോയി. നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചു സോഫിയുടെ ലൈഫിനെ പറ്റി, സോഫീൻ്റെ പാസ്റ്റിനെ പറ്റി. അതൊക്കെ കുറേ റെക്കോർഡിങ്സൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതിനുശേഷം സെറ്റിൽ നമ്മളങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞാൻ ചോദ്യം ചോദിക്കാനും പോയിട്ടില്ല. കാര്യം എനിക്ക് കിട്ടേണ്ട എല്ലാ ഇൻഫർമേഷനും കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് സ്ക്രിപ്റ്റിലുണ്ടാവും. അപ്പം ചാർലിയിൽ ഒന്നും ചോദിക്കാതാണ് അഭിനയിച്ചത്. ചാർലിയിലില്ല. ചാർലിയിൽ ഞാൻ ഉണ്ണിയാർ സാർ ഉണ്ടായിരുന്നു ദ ഹോൾ ടൈം ഹി വാസ് ദെയർ. പക്ഷേ മാർട്ടിൻ ടോൾഡ് മീ ഡോണ്ട് ആസ്ക് മീ ക്വസ്റ്റ്യൻസ്, എല്ലാം അവിടെ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് ഞാൻ തുടക്കത്തിൽ തന്നെ ഒരുപാട് ചോദ്യം ചോദിക്കുമ്പോഴേ ഞാൻ പറയുമായിരുന്നത്, ഇപ്പം ഭാരതി ഇങ്ങനെ കുറേ ചോദ്യം ചോദിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, അതിപ്പം ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു ബി ദ ഡയറക്ടർ, ഇറ്റ് ക്യാൻ ബി ദ റൈറ്റർ ഓൾസോ. ഇറ്റ് ക്യാൻ ബി ഇപ്പം തങ്കലാൻഡിൽ വെരി ഇൻട്രസ്റ്റിംഗ് തിങ് ബിക്കോസ് രഞ്ജിത്ത് ഡസ് നോട്ട് ടോക്ക്. ഹി ഡസ് നോട്ട് ലൈക്ക് ടോക്കിംഗ് ആൻഡ് ഡിസ്കസിങ് സെറ്റിലൊന്നും. കാര്യം ഒന്നാമത് ആ സ്കെയിലിൽ സിനിമ ചെയ്യുന്ന സമയത്ത് അതിന് ടൈമില്ല. അപ്പം എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ ഡിസ്കഷൻസും ചോദ്യങ്ങളും ചോദിച്ചത് എൻ്റെ കോ ആക്ടേഴ്സൊക്കെ ആയിട്ടുമായിരുന്നു. അതായത് ഇപ്പം വിക്രം ആണെങ്കിലും, അതായത് മറ്റേ അരസാണി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുള്ളൊരു ആക്ടറുണ്ട് പ്രീതി, പിന്നെ ഹരി എന്ന് പറഞ്ഞിട്ട് വേറൊരു വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ, എൻ്റെ മകനായിട്ട് അഭിനയിച്ച അശോകൻ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ള അർജുൻ. ഇവരൊക്കെ ആയിട്ട് ഞാനും അർജുനൊക്കെ എനിക്ക് തോന്നുന്നത് മണിക്കൂറുകളോളം ഈ അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റിയിട്ട് സംസാരിച്ച് നമ്മൾ തന്നെ വേൾഡ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് ഓക്കെ ബിക്കോസ് രഞ്ജിത്ത് ഇസ് ലൈക്ക് ദാറ്റ്സ് യുവർ ജോബ്, യു ഡു ഇറ്റ്. അല്ല, ആ വേൾഡ് ഡയറക്ടർ ഉണ്ടാക്കിയ വേൾഡ്, റൈറ്റർ ഉണ്ടാക്കിയ വേൾഡ് ആവണമെന്നില്ല. ആൻഡ് ദേ ആർ ഓക്കെ വിത്ത് ദാറ്റ്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ അഭിനയിക്കുമ്പം ഇറ്റ് ഹാസ് ടു അലൈൻ. അപ്പം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെറുതെ നമ്മുടെ മനസ്സിലുള്ളത് മാത്രം വെച്ചിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. വി ആർ മേക്കിംഗ് ഇറ്റ് ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ വി ആർ ഗെറ്റിംഗ് ഫ്രം ദ സ്ക്രീൻ പ്ലേ. സീനുണ്ട്, ഇതാണ് സീൻ, ഈ ഗംഗമാൾ അശോകനോട് ഇത് പറയുകയാണ്. പിന്നെ ബാക്കി മുഴുവൻ ഞാനും അശോകനും ഇരുന്നാണ് ഡിസൈഡ് ചെയ്യുന്നത് ഹൗ ടു. പിന്നെ അതിന് ഹെൽപ്പ് ചെയ്യാൻ ഡയലോഗ്സും ലാംഗ്വേജും ഉണ്ട്. അങ്ങനെ ഇത്രയും ചോദിക്കുന്നതൊക്കെ ക്യാരക്ടറിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ. അതെ. ഇത്ര ചോദിച്ചിട്ടും മനസ്സിലാവാത്ത ഇപ്പോഴുള്ളൊരു ക്യാരക്ടറുണ്ടോ? ഇനിയും മനസ്സിലാക്കാൻ ഉണ്ട്? ഇല്ല എന്നാണ് എൻ്റെ ഇമ്മീഡിയറ്റ് ഇമ്പൾസീവ് ഉത്തരം. കാരണം ഒരു പോസ്റ്റ് പ്രൊഡക്ഷനിലൊക്കെ See, the thing is, post production, editing, post production, പടം മുഴുവനായിട്ട് പുറത്ത് വരുമ്പം ഫൈനൽ കട്ടിൽ എന്തുണ്ടാവും എന്നുള്ളതൊന്നും ഇസ് നോട്ട് മൈ ബിസിനസ്. ലൈക്ക് ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദാറ്റ്. ലൈക്ക് അത് ഡയറക്ടറിൻ്റെ വിഷനാണ്. അത് പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടെ ചേർന്നിട്ട് ഇത് മതി, ഇത് പറഞ്ഞാൽ മതി, ഇത് ഇത്രയും അറിഞ്ഞാൽ മതി ആൾക്കാർ. പക്ഷെ അതെൻ്റെ എക്സ്പീരിയൻസിനെ ഡിസ്കൗണ്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഫൈനലി എൻ്റെ എത്ര സീൻ കട്ടായാലും ഐ എം ഫൈൻ. ബിക്കോസ് എൻ്റെ റിയാലിറ്റിയിൽ ഞാനത് അനുഭവിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് ക്യാരക്ടറായിട്ട്. സോ അത് എൻ്റെ മാത്രം ഒരു സീക്രട്ടായിട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. അത് വന്നാലും ഇല്ലെങ്കിലും. അതുകൊണ്ട് തന്നെ ഈ മറ്റേ മാരിയിങ് യുവർ ഫേവറേറ്റ്സ് യു ഷുഡ് നെവർ ഫോൾ ഇൻ ലവ് വിത്ത് സീൻസ് എന്ന് പറയും. അത് അഭിനയിക്കുക, എൻജോയ് ചെയ്യുക ആൻഡ് ലെറ്റ് ഇറ്റ് ഗോ. അതൊരു ഗ്രേറ്റ് എക്സസൈസ് ഓൺ ഡിറ്റാച്ച്മെൻ്റ് ആണത്. പക്ഷേ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ് ഇല്ല കേട്ടോ. അഹങ്കാരം കൊണ്ട് പറയല്ല, സത്യം പറഞ്ഞാൽ അത്രയും ഞാൻ ഐ ഹാവ് ട്രൈ ടു എൻജോയ് മൈ ക്യാരക്ടേഴ്സ്. പാർവതി ഏറ്റവും നന്നായിട്ട് ക്യാരക്ടേഴ്സിനെ ചെയ്യുന്നു. അല്ലെങ്കിൽ പൂർവ്വ ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്രയും നന്നായിട്ട് ചെയ്യുന്നു. അവരെയൊക്കെ മോഡലാക്കിയായിരിക്കാം ഒരുപക്ഷെ പുതിയ ആക്ടേഴ്സ് വരുന്നത്. ഇതാണോ വേണ്ട ഒരു റൂട്ട് എന്ന്? ഐ എം ലൈക്ക് ദർ ഇസ് നോ റൂൾ ബുക്ക് ടു ദിസ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് കോ ആക്ടേഴ്സ് ഞാൻ എംപ്ലോയ് ചെയ്യുന്നിട്ടുള്ള ഒരു മെത്തേഡും ചെയ്യാത്ത ആക്ടേഴ്സ്
ഭയങ്കര ബ്രില്യൻ പെർഫോമൻസസ് എൻ്റെ കൺമുമ്പിൽ ചെയ്ത് പോയിട്ടുണ്ട്. സോ ഞാൻ അപ്ലൈ ചെയ്യുന്നത് വാട്ട് വർക്ക്സ് ഫോർ മീ ആണ്. അത് എപ്പോഴും ഒരു മിക്സ്ചർ ഓഫ് എവ്രിതിങ്. ഇപ്പം അഞ്ജുവായിട്ട് അഭിനയിക്കാൻ ഞാൻ പഠിച്ചിട്ടുള്ള എന്ത് മെത്തേഡ് അവിടെ എംപ്ലോയ് ചെയ്തിട്ടും വർക്കാവുന്നുണ്ടായിരുന്നില്ല. ഐ ഹാഡ് ടു ഫൈൻഡ് എ ഹോൾ ന്യൂ മെത്തേഡ് ഫോർ ഇറ്റ്, ഹോൾ ന്യൂ സ്റ്റൈൽ ഫോർ ഇറ്റ്. അതും ഓരോ ദിവസവും ഓരോന്ന്, ഓരോ ദിവസം പോലും അല്ല. ചില ദിവസം ഹാഫ് എ ഡേ വർക്കാവുന്ന അതേ ടെക്നിക്ക് വർക്കേ ആവില്ല സെക്കൻഡ് ഹാഫ്. അതുകൊണ്ട് തന്നെ പല സമയത്തും ഞാൻ ക്രിസ്റ്റോനോട്, അങ്ങനത്തെ ഡയറക്ടേഴ്സിനെ കിട്ടുന്നതും വലിയൊരു ഭാഗ്യമാണ്. വെൻ യു ക്യാൻ അസോസിയേറ്റ് ഉണ്ട്. ആംബ്രോസ് ചേട്ടനും ക്രിസ്റ്റോനോട് ഞാൻ ചിലപ്പോൾ പറയും, ഇന്നാണോ നമ്മൾ മറ്റേ സീൻ എടുക്കുന്നത്, ഇനി എനിക്ക് ഒട്ടും വർക്കൗട്ട് ആവുന്നില്ല. അതായത് ഞാൻ ആ ഒരു സ്പേസിലേക്ക് എത്തുന്നില്ല എത്ര ശ്രമിച്ചിട്ടും. സോ ഈവൻ ബിഫോർ ആ സീൻ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറയും, ഇത് മറ്റന്നാൾ എടുത്താൽ മതിയോ ചോദിക്കും. ആൻഡ് അവർക്കത് ഭയങ്കര തലവേദനയാണ്. കാര്യം ദേ ഹാവ് ടു ഷിഫ്റ്റ് ആക്ടേഴ്സിൻ്റെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. പക്ഷെ അവരുടെ ഫസ്റ്റ് റെസ്പോൺസ് എന്തായിരിക്കും? ആംബ്രോസ് ചേട്ടൻ വിൽ ബി ലൈക്ക്, നോക്കിയിട്ട് പറയാൻ പാടില്ലെന്ന് പറയും. എനിക്കത് തന്നെ വലിയൊരു കാര്യമാണ്. യു ഫീൽ സോ സേഫ് ദാറ്റ് യു ക്യാൻ സേ ദാറ്റ് ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും ആ ഇമോഷൻ വരുന്നില്ല ക്രിസ്റ്റോ, എന്താ ചെയ്യുക? അപ്പം വാട്ട് പീപ്പിൾ ഡോണ്ട് നോ ഈസ്, ഈവൻ ഞാൻ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും അത്രയും തവണ ഞാൻ ഫെയിൽ ആയിട്ടുണ്ട് പല ദിവസങ്ങളിലും. സോ അതിനുമുള്ളൊരു സ്പേസ് ഹോൾഡ് ചെയ്യുന്ന ഡയറക്ടേഴ്സിനെ കിട്ടുമ്പം യു ആർ റിയലി ഇൻ സേഫ് ഹാൻഡ്സ്. പക്ഷേ ഇറ്റ് വിൽ ഓൾ കം ബാക്ക് ടു വൺ തിങ്, വൈ ആർ യു ഡൂയിങ് ദിസ് ജോബ്? വൈ ആർ യു ബീങ് എൻ ആക്ടർ? ഇപ്പം ഞാൻ ആക്ടർ ആവുന്നതിൻ്റെ കാരണം തന്നെ ആയിരിക്കണം മറ്റുള്ളവരുടെ എന്നില്ല. ദാറ്റ്സ് ജസ്റ്റ് you do what you want to do. your sheri is your sheri. You just want to make money, great, good for you. You just want to be famous, good for you. Or do you want to do this other ഭയങ്കര മറ്റേ ആന്ത്രപ്പോളജിക്കലായിട്ട് മനുഷ്യന്മാരെ മനസ്സിലാക്കാനുള്ളൊരു സൈക്കോളജിക്കൽ റൂട്ടാണിത് എന്ന് തോന്നുകയാണെങ്കിൽ അതും ആയിക്കോട്ടെ. എനിക്കിതൊക്കെ വന്നും പോയും ഓരോരോ കാരണങ്ങൾ മാറിക്കൊണ്ടിരുന്നിട്ടുണ്ട്. So this works well for me. This makes me very happy. And എൻ്റെ ആ ഒരു പെർസ്യൂട്ടിൽ നിന്ന് നല്ല ഒരു ഔട്ട്പുട്ട് വന്ന് ആൾക്കാർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കലാരൂപത്തിൻ്റെ ഭാഗമാവാൻ മാറുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് വർക്കൗട്ട്, സോ ഫാർ ഇറ്റ്സ് വർക്കിംഗ് ഔട്ട്. വെൻ ഇറ്റ് സ്റ്റോപ്സ് ഐ വിൽ ഫൈൻഡ് ഇറ്റ് മേ ബി എ ഡിഫറെൻറ്റ് റൂട്ട്. ഈ തങ്കലാനിലെ ക്യാരക്ടർ കാണുമ്പോൾ ബോഡി ലാംഗ്വേജിലും അല്ലെങ്കിൽ ലുക്ക് ആൻഡ് സ്റ്റൈലിലും മൊത്തത്തിലൊരു അറ്റയറിലൊരു മാറ്റം ഉണ്ടാകുമ്പോൾ തന്നെ ഒരു അഡ്വാൻറ്റേജ് ആണ് വേറെ തരത്തിൽ തോന്നിയിട്ടുണ്ട്. അപ്പം അതിലെ തങ്കലാനിലെ ക്യാരക്ടർ കാണുമ്പോൾ വേറൊരു പാർവതിയാണ് കാണുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് കുറച്ചുകൂടി ഈസിലി ക്യാരക്ടറിനെ കൺവേ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തോ? ഗംഗമ്മാളായി മാറാനോ ഗംഗമ്മാളായിട്ട് അഭിനയിക്കാൻ നത്തിങ് കുഡ് ഹാവ് പ്രിപ്പയർഡ് മീ. കാര്യം അതിനൊരു ഒരു ഒരു കുക്കി കട്ടർ മോൾഡല്ല. ഗംഗമ്മാളിൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ പോലെ ഒരു ക്യാരക്ടർ ഇതിന് മുമ്പ് എഴുതിയിട്ടില്ല ആരും, അങ്ങനെ അഭിനയിച്ചിട്ടുള്ളൊരു റെഫറൻസ് എടുക്കാനില്ല. ആൻഡ് രഞ്ജിത്ത് ഓൾസോ നെവർ ഗേവ് ഒരു റെഫറൻസ് ഒന്നും തന്നിട്ടില്ല ഇതുപോലെയാണെന്നുള്ളത്. എനിക്ക് റെഫറൻസ് കിട്ടിയിട്ടുള്ള രഞ്ജിത്തിൻ്റെ അമ്മയാണ്. ആൻഡ് രഞ്ജിത്തിൻ്റെ അമ്മ വരുമായിരുന്നു, സെറ്റിൽ വരും, എന്നിട്ട് വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കൊണ്ടുവരും. അപ്പം നമ്മളെല്ലാവരും അവരുടെ മക്കളെ പോലെയാണ്. അവരിങ്ങനെ രഞ്ജിത്തിന് വായിലിടയ്ക്ക് ഇങ്ങനെ ഊട്ടി കൊടുക്കുമ്പോൾ നമ്മൾ വന്നു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഊട്ടിത്തരും. ആൻഡ് ഷീ ഈസ് ലൈക്ക് ദിസ് മദർ, യുനോ. പക്ഷേ ഭയങ്കര, അതായത് നമ്മളിങ്ങനെ ഒരു വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്ന ഒരു അമ്മ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നുമല്ല. ഷീ ഹാസ് എ പേഴ്സണാലിറ്റി ഓഫ് ഹെർ ഓൺ. അമ്മ ഒരു ആസ്പെക്റ്റാണ്, പക്ഷെ അതൊരു വളരെ പവർഫുൾ ആസ്പെക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഗംഗമ്മാൾ എന്ന് പറയുമ്പം എനിക്കെപ്പോഴും അവരെ ഓർമ്മ വരിക കുറേ കാര്യങ്ങളിൽ. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് ബോഡി ലാംഗ്വേജ് പഠിക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി ബുക്സിലൊന്നും ഗംഗമ്മാളിനെ പോലെ ക്യാരക്ടേഴ്സിനെ പറ്റി എഴുതപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ആണുങ്ങളെ പറ്റിയിട്ട് കുറച്ചെങ്കിലും ഡോക്യുമെൻറ്റേഷൻസിലുണ്ട്. നോബഡി ഹാസ് റിട്ടൺ എനിത്തിങ് അബൌട്ട് ദ വിമൻ. സോ ഒരുപാട് നമ്മളിങ്ങനെ ആ റിസർച്ചിൽ നിന്നൊക്കെ പിടിച്ച് എത്ര ഒത്തൻറ്റിക് ആയിട്ടാണോ രഞ്ജിത്തിൻ്റെ വിഷൻ ഓഫ് ഹൂ ഷീ ഈസ്, അതായിരുന്നു എയിം ചെയ്തിട്ടുള്ളത്. ഡാൻസിൻ്റെ കാര്യമൊക്കെ ഐ വാസ് ലൈക്ക് നമ്മളൊന്നും അറിയുക പോലും ഇല്ല. ചിലപ്പോൾ 2 ദിവസം മുമ്പേ ആയിരിക്കും നമ്മളോട് പറയുന്നത് മറ്റന്നാൾ സോങ് ഷൂട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ സിനിമയിൽ സോങ്ങും ഉണ്ടോ? എനിക്കതൊന്നും, ഞാനതിനെപ്പറ്റി ആലോചിച്ചിട്ട് പോലും ഇല്ല. പക്ഷേ ദ തിങ് ഇസ്, ആ സോങ് അഭിനയിക്കുമ്പോഴും കൊറിയോഗ്രാഫിയൊക്കെ ഉണ്ടെങ്കിലും ഗംഗമ്മാളിനെ പോലെ തന്നെ ഡാൻസ് കളിക്കണം. അല്ലാതെ പാർവതി കറക്റ്റ് ചൂട് വെച്ച് അങ്ങനെയൊന്നുമല്ല, കൊറിയോഗ്രഫിയിലല്ല ഫോക്കസ്. അപ്പോൾ ഓൺ സെറ്റ് എനിക്ക് കിട്ടി. എപ്പോഴും ഞാൻ പറയണേ, എനിക്ക് ഇപ്പം തങ്കലാൻ എങ്ങനെ വന്നാലും എൻ്റെ അവാർഡ് എനിക്ക് കിട്ടും, ഓൺ സെറ്റ് തന്നെ കിട്ടും എന്ന് പറയുന്ന പോലെയാണ്.
അവിടെ സൗണ്ടിലുള്ള 2-3 പേര് ഒരു നിങ്ങൾ കണ്ടിട്ടുള്ള ആ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമ്മളുടെ ഊരിലൊക്കെ ഉള്ള അമ്മമാർ ഡാൻസ് കളിക്കുന്ന പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും കേട്ടാൽ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. സോ അതൊക്കെയാണ് ദിസ് ലിറ്റിൽ ഹാപ്പിനെസ് ദാറ്റ് നമ്മളുടെ സെറ്റിൽ തന്നെയുള്ള ആൾക്കാർ ഇമ്പാക്റ്റഡ് ആകുമ്പം നമ്മളുടെ വർക്ക് കണ്ടിട്ട് അതൊരു വലിയൊരു മെട്രിക്കാണ് ടു ഗോ ബൈ. അപ്പം വിക്രം, യെസ്, വിക്രം പാരഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനിൽ നമ്മൾ നിൽക്കുമ്പം അത് കിട്ടുന്ന ഒരു പവറും ഒരു എനർജിയും വേറെ ആയിരിക്കും. യെസ്, വിക്രം ഫോർ മീ ഇസ് ഒരുപാട് കാലമായിട്ട് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവരിൽ നിന്ന്. ഞാനൊക്കെ എംപ്ലോയ് ചെയ്യുന്ന ഒരേ ആ ഒരു മെത്തേഡ്, ആക്ടിങ് സ്പേസ്, ക്യാരക്ടറായിട്ട് മാറാനും അവരുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ നിൽക്കാനും ഒരുപാട് കാലം അങ്ങനത്തെ അതിനൊക്കെ നമ്മളിങ്ങനെ ചിലർ പറയില്ലേ വട്ടാണ് കുറച്ച് എന്നൊക്കെ പറയുന്ന പോലെ ആ സ്പേസിലൊക്കെ നിൽക്കാൻ താല്പര്യമുള്ള ആളാണ്. യു ഹാവ് ടു ബി അത്രയും റിസ്ക് ടേക്കിങ്ങിലേക്ക് പോകാൻ തയ്യാറാവുന്ന ഒരു ആക്ടറാണ് മൂപ്പര്. അപ്പോൾ when we found out that I was doing this, it was like, oh finally I get ഒരു ചാൻസ് കിട്ടുകയാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം. നമ്മൾ പറയുന്ന ആ ലാംഗ്വേജും വളരെ സിമിലറാണ്. ഒരു ക്യാരക്ടറായിട്ട് മാറാനുള്ള നമ്മൾ ചെയ്യുന്ന ശ്രമങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഭയങ്കര സെയിം സ്പേസിലാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സെറ്റിൽ ഞാനൊരു സ്പേസിൽ ഒരു മൈൻഡ് സ്പേസിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഹി വോണ്ട് കം ആൻഡ് ഡിസ്റ്റർബ് ബിക്കോസ് he knows how important that is for me. And then ഭയങ്കര ജനറസ് അങ്ങനെ ഓഫർ ചെയ്യും. ഇറ്റ്സ് ലൈക്ക് ഡു യു നീഡ് സംതിങ് ഫ്രം മീ, ഞാൻ ഇങ്ങോട്ടേക്ക് മാറി നിൽക്കണോ അല്ലെങ്കിൽ ഞാൻ ഈ ഡയലോഗ് പറയണോ, ക്യൂ ഏതാ പറയേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അതായത് ഒരു സെൻസ് ഓഫ് സെൽഫ് ഈഗോ ബ്ലാസ്റ്റ് ഒട്ടുമില്ല മൂപ്പർക്ക്. സോ ഓൺ സെറ്റ് ഹീസ് തങ്കലാൻ, ഐ എം ഗംഗമ്മാൾ, ദാറ്റ്സ് ഇറ്റ്. ലൈക്ക് അതിലുപരിയുള്ള വേറെ അത് എന്നോടത്ത് മാത്രമല്ല, ടു എവ്രിബഡി ഈസ് ലൈക്ക് ദാറ്റ്. സോ സംടൈംസ് യു സീ ആക്ടേഴ്സ് ലൈക്ക് ഹിം ആൻഡ് യു ആർ ലൈക്ക് ഐ ഹോപ്പ് ഇനി ഞാനും അങ്ങനെ ആവണേ. അതായത് എല്ലാവർക്കും അങ്ങനെ ഒരു ഹെൽപ്പായിട്ടും ഒരു നല്ലൊരു ഫ്രണ്ടായിട്ടും ഒരു നല്ല കോ ആക്ടർ ആവാൻ എനിക്ക് ചാൻസ് കിട്ടണമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ബിക്കോസ് വി ക്യാൻ ഗെറ്റ് ഇൻ ടു അവർ ഓൺ ഹെഡ് സെയിങ് ദറ്റ് ഇല്ലല്ല എൻ്റെ സീൻ ഐ ഹാവ് ടു ഡു ദിസ്, ഐ ഡോണ്ട് നോ. യു ക്യാൻ ഗെറ്റ് വെരി ലൈക്ക് ദാറ്റ്. ഹീ ഈസ് നെവർ ലൈക്ക് ദാറ്റ്. ഹീ ഈസ് ലൈക്ക് വാട്ട് ഡു യു നീഡ് മീ ടു ഡു ടു ഹെൽപ്പ് യു എന്ന് ചോദിക്കുന്ന ആ ഒരു ജനറോസിറ്റി കിട്ടുക ഭയങ്കര റെയറാണത്. എല്ലാവർക്കും അത് പറ്റിക്കൊള്ളണം എന്നില്ല. സോ ഹീസ് ഓൾസോ സീനിയർ അല്ലേ, വളരെ സീനിയർ ആയതുകൊണ്ട് ഹീ നോസ് വാട്ട് ഇറ്റ് ടേക്സ്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രഞ്ജിത്ത് ഡസ് നോട്ട് ടോക്ക്, സോ വിക്രം വാസ് മൈ ടോക്കിംഗ് പേഴ്സൺ. രഞ്ജിത്ത് ലൈക്ക് ഷോർട്ട് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആണോ, ഓക്കെ ആണ്, ഓക്കെ അല്ലേ, ഓക്കെ ഒന്നും കൂടെ പോവാം, ദാറ്റ്സ് ഇറ്റ്. ദർ ഇസ് നോ മോർ ഡിസ്കഷൻ. പിന്നെ സ്ലാങ് ഒക്കെ രഞ്ജിത്ത് വാസ് ലൈക്ക് ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു. സ്ലാങ് ഒക്കെ തെറ്റിപ്പോയി ഞാൻ മൂപ്പര് തന്നെ വന്ന് പറയും എങ്ങനെയാണ് പറയേണ്ടത്, അല്ലെങ്കിൽ ഡയലോഗ് അഡ്ജസ്റ്റ് ചെയ്യും. ദാറ്റ്സ് ദ മാക്സിമം രഞ്ജിത്ത് സ്പീക്സ്. അതർവൈസ് ഹി വിൽ ബി ലൈക്ക് കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് അവിടെ ഇരിക്കും. അപ്പം അറ്റ്ലീസ്റ്റ് കൂളിംഗ് ഗ്ലാസ് ഒന്ന് മാറ്റിയാൽ കണ്ണ് വായിച്ച് എനിക്ക് പഠിച്ചെടുക്കാം എന്താണ് ഞാൻ തെറ്റ് ചെയ്യുന്നതെന്ന് വല്ലതും. പക്ഷേ ആ ചോദ്യം ചോദിക്കുമ്പോഴും അത് കേൾക്കുമ്പോഴും ഐ ഫീൽ ലൈക്ക് മൈ മസിൽസ് ആൻഡ് മൈ ബോൺസ് ജസ്റ്റ് റിലാക്സ്ഡ്. ഞാൻ എൻ്റെ തെറപ്പി ബില്ല് ക്രിസ്റ്റോന് അയച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് കിഡിങ്. ബാധിച്ചിട്ടുണ്ട്, ബാധിക്കണം. അതാണ് എനിക്ക് വൺ ഓഫ് ദ മോസ്റ്റ് ടച്ചിങ് തിങ്സ് ദാറ്റ് ഐ ഹവ് ഫൗണ്ട്. ആക്ച്വലി ക്യാൻ ഫൈൻഡ് ദാറ്റ് ഫോർ യു.